അർച്ചന എന്റെ ഭാര്യയാണ് സാറേ. ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. ചതിച്ചതും വഞ്ചിച്ചതും ആരാണെന്ന് ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ? എന്റെ ജീവിതം ഇല്ലാതാക്കിയത് ആരാണെന്ന് ഇനി ഞാൻ സാറിനോട് പറയണോ? നിങ്ങളാ. നിങ്ങൾ ഒരേ ഒരാളാ. അതിന് നിങ്ങൾക്ക് മാപ്പില്ല. എന്റെ തീരുമാനം ഇതാ. ഇത്രയ്ക്ക് ധൃതി പിടിച്ച് ഇങ്ങനൊരു തീരുമാനം എടുക്കരുത്. കുറച്ചുകൂടി സാവകാശം, അതിനകം എല്ലാം ശരിയാവും. ഇല്ല രാജീവ്, ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ. എന്നെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് ഓരോ നിമിഷം ഉരുക്കി ഉരുക്കി തീരുകയാണ് ആ പാവം. അതൊക്കെ എനിക്ക് അറിയാം അർച്ചന. എന്നാലും മതി. ഇനിയും കാത്തിരിക്കാൻ എന്നെ നിർബന്ധിക്കില്ല രാജീവ്. ഞാൻ കാരണം എൻ്റെ സച്ചേട്ടൻ ഭ്രാന്തനായി പോവും. അർച്ചന കാര്യങ്ങളുടെ ഒരു വശം മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ല രാജീവ്, ഗൂഗിളിന്റെ കാര്യം കൂടി ആലോചിച്ചിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. ഇന്നല്ലെങ്കിൽ നാളെ ഓർമ്മ തിരിച്ചു കിട്ടി ഞാൻ എല്ലാം മനസ്സിലാക്കുമെന്ന ആദിയില് ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുക ആ പാവം. ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടും ഇത്രയും നാളും ഗൂഗിളിന്റെ മുമ്പിൽ ഞാൻ അഭിനയിച്ച് ജീവിച്ചു. ഇനി എനിക്ക് ആ പാവത്തിനെ വഞ്ചിക്കാൻ വയ്യ. അത് മഹാപാപമാ. 10 വർഷം എന്നെ സംരക്ഷിച്ച മനുഷ്യനാ. ഗൂഗിളിന്റെ തകർച്ചയ്ക്ക് ഞാനൊരു കാരണമാവരുത്. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന വിവരം ഞാൻ ഗൂഗിളിനെ അറിയിക്കാൻ പോവാ. അപ്പോ എല്ലാം അർത്ഥം മുറിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ, എല്ലാം മതിയാക്കി എന്റെ ഗൗരിമോളെയും കൂട്ടി അടുത്ത ദിവസം തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാ. അർച്ചന എന്താ പറഞ്ഞത്? ഗൗരിമോളെയും കൂട്ടി പോകുന്നോ? അതെ. അതെങ്ങനെ സാധിക്കും? അതെന്താ, ഞാൻ തിരിച്ചു പോകുമ്പോ എനിക്കെന്റെ മോളെ കൊണ്ടുപോയിക്കൂടെ? കൊണ്ടുപോവാം, പക്ഷേ അത് അർച്ചനയുടെ മകളാണെങ്കിൽ മാത്രം. ഗൗരിമോൾ അർച്ചനയുടെ കുഞ്ഞാണെന്ന് അർച്ചനയ്ക്ക് ഉറപ്പുണ്ടോ? പിന്നല്ലാതെ, എന്റെ കുഞ്ഞാണ് ഗൗരി. ഞാൻ പ്രസവിച്ച എന്റെ മോള്. അർച്ചനയ്ക്ക് തെറ്റിപ്പോയി. അർച്ചന വിശ്വസിക്കുന്ന പോലെ ഗൗരിമോള് അർച്ചന പ്രസവിച്ച മോളല്ല. ഇസബെല്ല പ്രസവിച്ച ഗോകുലിന്റെ കുഞ്ഞാണ് ഗൗരി. ഇല്ല, രാജീവ് എന്നോട് വെറുതെ കള്ളം പറയാ. ഗൗരിമോൾ എന്റെ സ്വന്തം കുഞ്ഞാ. ഞാൻ പ്രസവിച്ച എന്റെ മോള്. അർച്ചന വേണ്ട, ഇനി രാജീവിനോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ എന്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അർച്ചന, ഞാൻ പറയുന്നത് സത്യമാണ്. സംശയമുണ്ടെങ്കിൽ നമുക്കൊരു DNA ടെസ്റ്റ് നടത്തി നോക്കാം. എന്താ, സമ്മതമാണോ? ഗോകുലിനോട് സംസാരിച്ചാൽ ഗോകുലും ഇക്കാര്യം സമ്മതിക്കും. കാരണം ഗോകുലിന് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. ഗൗരിമോള് ഇസബെല്ല പ്രസവിച്ച കുട്ടിയാ. ഗോകുലിന്റെ രക്തത്തിൽ പിറന്ന മകൾ.